കൈലാസപർവ്വതം അതിന്റെ ശാന്തതയിൽ ലയിച്ചു നിന്ന നിമിഷം പരമശിവൻ, ലോകത്തിന്റെ നാഥൻ, കണ്ണുകൾ അടച്ച് ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സമീപത്തായി ശക്തിയുടെ പ്രതീകമായ ത്രിശൂലം. ആ സമയത്താണ് തുമ്പിക്കൈ വീശി കുസൃതിയുടെ തിളക്കമുള്ള കണ്ണുകളുമായി കൊച്ചു കുട്ടിയായ ബാലഗണേശൻ അവിടെ ഓടിയെത്തുന്നത്. കൈലാസത്തിലെ ഓരോ വസ്തുവും അവന് കളിപ്പാട്ടമായിരുന്നു. അവന്റെ കണ്ണുകൾ പെട്ടെന്ന് ചെന്നെത്തിയത് ആ ത്രിശൂലത്തിലാണ്. പെട്ടെന്ന് ഉണ്ണി ഗണപതി ത്രിശൂലമെടുത്ത് കളിപ്പാട്ടം പോലെ കൊണ്ടുപോകാനായി ശ്രമിച്ചു. ഈ രംഗം കണ്ടുനിന്ന ഭഗവാൻ ശിവന്റെ വിശ്വസ്തമായ വാഹനം നന്ദി മഹാരാജന് ഭയം തോന്നി. ഗണേശ, അത് കളിപ്പാട്ടമല്ല, അത് മഹാദേവന്റെ ആയുധമാണ്, അപകടമാണ്, അങ്ങതവിടെ വെക്കൂ എന്ന് നന്ദി മഹാരാജൻ ഗണേശ ഭഗവാനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ കളിച്ചുല്ലസിച്ചിരുന്ന ഗണേശ ഭഗവാൻ അതൊന്നും കേൾക്കാൻ ഉള്ള ഭാവത്തിലായിരുന്നില്ല. അവന്റെ ബാലസഹജമായ വാശി ജയിച്ചു നിന്നു. ഈ ഒരു ബഹളത്തിൽ മഹാദേവൻ പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിൽ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ക്രോധം ആളിക്കത്തിച്ചു. തന്റെ ആയുധമായ ത്രിശൂലവുമായി കളിക്കുന്ന പുത്രനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുത്ര ഗണേശ, ത്രിശൂലം ഉടൻ തിരികെ നൽകുക. ഭഗവാന്റെ ഈ കോപം കണ്ടപ്പോൾ ബാലഗണേശൻ അല്പമൊന്ന് അമ്പരന്നു. എന്നിരുന്നാലും ഒരു കുട്ടിയുടെ കളിയും ചിരിയും വാശിയും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് മാഞ്ഞില്ല. ഞാൻ തരില്ല, ഇതെന്റെ കളിപ്പാട്ടമാണ്. കുഞ്ഞു കൈകളിൽ ത്രിശൂലത്തെ മുറുകി പിടിച്ച് ഗണേശ ഭഗവാൻ മറുപടി പറഞ്ഞു. അങ്ങനെ മഹാദേവന്റെ ഈ കോപം കണ്ട് എല്ലാ ദേവീദേവന്മാരും കൈലാസത്തിൽ ഉടൻ തന്നെ എത്തി. തുടർന്ന് അവർ ഗണേശ ഭഗവാനോട് ആ ത്രിശൂലം മഹാദേവനെ തിരികെ നൽകാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചു. അതൊന്നും കേൾക്കാതെ ഗണേശ ഭഗവാൻ ആ ത്രിശൂലത്തിൽ കളിച്ചുകൊണ്ടേയിരുന്നു. ഭഗവാൻ ശിവന്റെ മുഖം ക്രോധത്താൽ ചുവക്കുന്നത് കണ്ട് നന്ദി മഹാരാജ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടി മാതാ പാർവതിയെ കൂട്ടിക്കൊണ്ടുവന്നു. മാതൃത്വത്തിന്റെ വാത്സല്യവുമായാണ് മാതാ പാർവതി അവിടെ എത്തിയത്. ആ രംഗം പെട്ടെന്ന് ശാന്തമാക്കി. അവർ പുഞ്ചിരിയോടെ മകന്റെ അരികിലെത്തി. പുത്ര ഗണേശ, ഈ ത്രിശൂലം അപകടമുള്ള ഒരു ആയുധമാണ്. ഇത് പിതാവിന് തിരികെ നൽകൂ. പകരം എന്റെ ഗണേശന് മോദകങ്ങൾ മാതാവ് തരാം. വാത്സല്യത്തോടെ മാതാ പാർവതി ഗണേശ ഭഗവാനെ പ്രലോഭിപ്പിച്ചു. മോദകം ഗണേശന്റെ പ്രിയപ്പെട്ട പലഹാരം. ആ വാക്ക് കേട്ടതും ത്രിശൂലത്തിന്റെ ആകർഷണം അവനിൽ നിന്ന് അകന്നുപോയി. മോദകത്തിന്റെ മധുരം അവന്റെ മനസ്സിൽ നിറഞ്ഞു. സന്തോഷവാനായ ആ കുട്ടി ഒരു മടിയും കൂടാതെ ത്രിശൂലം ഭഗവാൻ ശിവന് തിരികെ നൽകി. കൈലാസത്തിൽ വീണ്ടും സന്തോഷം പുനഃസ്ഥാപിക്കാനായി മാതാ പാർവതി എല്ലാ ദേവീദേവന്മാർക്കുമായി ഒരു ഗംഭീര വിരുന്നൊരുക്കി. ഓരോ ദേവന്മാർക്കും ദേവതകൾക്കും അന്നപൂർണ ദേവിയുടെ കൈപുണ്യം വിളമ്പിക്കൊടുത്തു. എല്ലാവരും രുചിയോടെ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. എല്ലാവരും വയറു നിറയെ കഴിച്ചതിനു ശേഷം അവസാനം മാതാ പാർവതി ഒരു വലിയ പാത്രത്തിൽ ഗണേശ ഭഗവാന് വേണ്ടി ധാരാളം മോദകങ്ങൾ കൊണ്ടുവന്നു വെച്ചു. അപ്പോൾ അവിടെ കളിരൂപത്തിലെത്തിയ നാരായണൻ ബാലഗണേശന്റെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു. ഗൗരി നന്ദന, നിനക്ക് വേണമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ വിഴുങ്ങാനും എല്ലാ സമുദ്രങ്ങളിലെ ജലം മുഴുവൻ കുടിക്കാനും കഴിയുമല്ലോ. നാരായണന്റെ കളിവാക്ക് കേട്ട് തന്റെ ബാലസഹജമായ നിഷ്കളങ്കതയിൽ ചെറിയ ഗണേശൻ ആ പാത്രത്തിലെ എല്ലാ മോദകങ്ങളും ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം കഴിച്ചു തീർത്തു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം മറ്റ് എല്ലാ ദേവീദേവന്മാരും അവിടെ നിന്നും മടങ്ങി. തുടർന്ന് ഭഗവാൻ ശിവൻ അവിടെ എത്തി. മോദകം വെച്ചിരുന്ന ഒഴിഞ്ഞ പാത്രം കണ്ടപ്പോൾ അദ്ദേഹം ഗണേശ ഭഗവാനെ ഒന്ന് നോക്കി നിന്നു. സത്യത്തിൽ മഹാദേവന് ബാലഗണപതിയോടുള്ള ദേഷ്യം തികച്ചും മഹാദേവന്റെ ലീലകളിൽ ഒന്ന് മാത്രമായിരുന്നു. ഗണേശ ഭഗവാന്റെ കുട്ടിക്കാലത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ഗംഗണപതി നമഃ.